ഹലോ ഫ്രണ്ട്സ്, GK മലയാളത്തിലേക്ക് സ്വാഗതം. 2025 ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ പ്രശസ്ത തമിഴ് കവിയും ഗാനരചയിതാവും നോവലിസ്റ്റുമായ വ്യക്തി ആര്? ഉത്തരം ആർ വൈരമുത്തു. 60ാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ് ആർ വൈരമുത്തുവിന് ലഭിച്ചത്. ഇന്ത്യയിൽ പ്രവർത്തനക്ഷമമായ ഒരു ആണവ നിലയത്തിന്റെ മേധാവിയാവുന്ന ആദ്യ വനിത. ഉത്തരം RM നാച്ചമ്മ. കർണാടകയിലെ കൈഗ ആണവ നിലയത്തിന്റെ ചീഫ് സൂപ്രണ്ടായിട്ടാണ് RM നാച്ചമ്മ ചുമതലയേറ്റത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പുകൾ പരിസ്ഥിതി സൗഹൃദമാക്കുന്നതിനായി ശുചിത്വ മിഷൻ ആവിഷ്കരിച്ച ക്യാമ്പയിൻ. ഉത്തരം ഗ്രീൻ ബട്ടൺ. കേരളത്തിൽ ഭൂമി സംബന്ധമായ എല്ലാ രേഖകളും സൂക്ഷിക്കാൻ റവന്യൂ വകുപ്പ് നടപ്പിലാക്കുന്ന പുതിയ സംവിധാനത്തിന്റെ പേര്? ഡിജിറ്റൽ റവന്യൂ കാർഡ്. ഉത്തരം ഡിജിറ്റൽ റവന്യൂ കാർഡ്. കുടുംബശ്രീ മാതൃകയിൽ ഭിന്നശേഷിക്കാർക്കായി കേരള സർക്കാർ ആരംഭിച്ച ശാക്തീകരണ പദ്ധതി? ഉത്തരം സുശക്തി പദ്ധതി. ഇന്ത്യയിൽ കോടതി ഉത്തരവിലൂടെ നിഷ്ക്രിയ ദയാവധത്തിന് വിധേയനാവുന്ന ആദ്യ വ്യക്തി? ഉത്തരം ഹരീഷ് റാണ. കേരളത്തിന്റെ പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് ആര്? ഉത്തരം KG സനൽകുമാർ. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് മലയാളം വിഭാഗത്തിൽ നിന്ന് അർഹനായത്? ഉത്തരം N പ്രഭാകരൻ. മായാ മനുഷ്യൻ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. അടുത്തിടെ കേരളത്തിൽ നിന്ന് പുതുതായി പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിച്ച പക്ഷി സങ്കേതം? ഉത്തരം എറണാകുളം ജില്ലയിലെ മംഗളവനം. ലോക വനദിനം മാർച്ച് 21. 2026 ലോക വനദിനത്തിന്റെ പ്രമേയം? വനങ്ങളും സമ്പദ് വ്യവസ്ഥകളും എന്നതാണ് 2026 ലോക വനദിനത്തിന്റെ പ്രമേയം. മികച്ച തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള 2024-25 വർഷത്തെ സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഏറ്റവും മികച്ച കോർപ്പറേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം കോർപ്പറേഷൻ. ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് കൊല്ലം ജില്ലാ പഞ്ചായത്ത്. ഏറ്റവും മികച്ച നഗരസഭയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗുരുവായൂർ നഗരസഭ. മികച്ച ഗ്രാമപഞ്ചായത്തുകളിൽ 1ാം സ്ഥാനം നേടിയത് ഉഴമലക്കൽ ഗ്രാമപഞ്ചായത്ത്. തിരുവനന്തപുരം ജില്ലയിലാണ് ഉഴമലക്കൽ ഗ്രാമപഞ്ചായത്ത്. മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് നേമം. തിരുവനന്തപുരം ജില്ലയിലാണ് നേമം ബ്ലോക്ക് പഞ്ചായത്ത്. ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം സംബന്ധിച്ച പരാതികൾ അറിയിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ ആപ്പ്? ഉത്തരം സി വിജിൽ. ലോക ജനദിനം മാർച്ച് 22. 2026 ലോക ജലദിനത്തിന്റെ പ്രമേയം? ഉത്തരം ജലവും ലിംഗഭേദവും എന്നതാണ് 2026 ലോക ജലദിനത്തിന്റെ പ്രമേയം. 2026 ജലദിന പ്രചാരണത്തിന്റെ മുദ്രാവാക്യം? വെള്ളം ഒഴുകുന്നിടത്ത് സമത്വം വളരുന്നു. വെള്ളം ഒഴുകുന്നിടത്ത് സമത്വം വളരുന്നു എന്നതാണ് 2026 ജലദിനത്തിന്റെ പ്രചാരണ മുദ്രാവാക്യം. IQ എയറിന്റെ 2025 ലോക വായു ഗുണനിലവാര റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനമായ രാജ്യം ഏത്? ഉത്തരം പാകിസ്ഥാൻ. 2ാം സ്ഥാനത്ത് ബംഗ്ലാദേശ്, 3ാം സ്ഥാനത്ത് താജിക്കിസ്ഥാൻ, ഇന്ത്യ 6ാം സ്ഥാനത്ത്. IQ എയറിന്റെ 2025 ലോക വായു ഗുണനിലവാര റിപ്പോർട്ടിൽ ഇന്ത്യ 6ാം സ്ഥാനത്ത്. IQ എയറിന്റെ 2025 ലോക വായു ഗുണനിലവാര റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം ലോണി. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലെ ലോണി എന്ന നഗരമാണ് 2025 ലോക വായു ഗുണനിലവാര റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം. ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ
രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം ഗുജറാത്ത്. ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. തകഴി സ്മാരക ട്രസ്റ്റിന്റെ 2026 തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരൻ? ഉത്തരം സേതു. അന്താരാഷ്ട്ര ഛിന്നഗ്രഹ ബോധവൽക്കരണ ഗ്രഹ സംരക്ഷണ വർഷമായി UN ആചരിക്കുവാൻ തീരുമാനിച്ച വർഷം ഏത്? ഉത്തരം 2029. 2025-26 സീസണിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം സ്വന്തമാക്കിയ ടീം? ഉത്തരം ജമ്മു കാശ്മീർ. ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23. 2026 ലോക കാലാവസ്ഥാ ദിനത്തിൻ്റെ പ്രമേയം? ഇന്നു നിരീക്ഷണം നാളെ സംരക്ഷണം എന്നതാണ് 2026 ലോക കാലാവസ്ഥാ ദിനത്തിൻ്റെ പ്രമേയം. സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ആശ്രിത സഹായധന പദ്ധതിയുടെ പേര്? ഉത്തരം രക്ഷാകവചം പദ്ധതി. ഇന്ത്യയിൽ ആദ്യമായി സമഗ്ര ഗ്രഫീൻ നയത്തിന് അംഗീകാരം നൽകിയ സംസ്ഥാനം ഏത്? കേരളം. വളർത്തുമൃഗങ്ങൾ, പക്ഷികൾ, കന്നുകാലികൾ എന്നിവയുടെ വിപണനത്തിനായി കേരള മൃഗസംരക്ഷണ വകുപ്പ് സജ്ജമാക്കിയ ഓൺലൈൻ പ്ലാറ്റ്ഫോം? ഉത്തരം ലാപ്ടോപ്പ്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന മാതൃകാ ടൗൺഷിപ്പ് നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം എൽസ്റ്റൺ എസ്റ്റേറ്റ്, കൽപ്പറ്റ. ഇസ്രയേൽ US വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ്? ഉത്തരം അയത്തുള്ള അലി ഖമേനി. തുടർന്ന് ഇറാന്റെ പരമോന്നത നേതാവായി നിയമിതനായത് മുജ്തബ ഖാംനെയി. 2026 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം? ഉത്തരം ഫിൻലാൻഡ്. രണ്ടാം സ്ഥാനത്ത് ഐസ്ലാൻഡ്, മൂന്നാം സ്ഥാനത്ത് ഡെൻമാർക്ക്. വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ തുടർച്ചയായി 9ാം വർഷവും ഒന്നാമതെത്തിയ രാജ്യമാണ് ഫിൻലാൻഡ്. ഇന്ത്യയുടെ റാങ്ക് 116. 2026 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം 116. ഏറ്റവും പിന്നിലുള്ള രാജ്യം അഫ്ഗാനിസ്ഥാൻ. 147ാം സ്ഥാനത്താണ് അഫ്ഗാനിസ്ഥാൻ. 13 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സമൂഹ മാധ്യമ ഉപയോഗം നിരോധിക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? ആന്ധ്രാപ്രദേശ്. 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ? ഉത്തരം മേതിൽ രാധാകൃഷ്ണൻ. 2026 ഓസ്കാർ അവാർഡ് പ്രഖ്യാപിച്ചു. മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് പോൾ തോമസ് ആൻഡേഴ്സൺ. മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് മൈക്കിൾ B. ജോർഡാൻ. മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജെസ്സി ബക്ലി. മികച്ച ഛായാഗ്രാഹകയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓട്ടം ഡ്യുറാൾഡ് ആർക്കപ്പോവ്. ഓസ്കാർ ചരിത്രത്തിൽ മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം നേടുന്ന ആദ്യ വനിതയാണ് ഓട്ടം ഡ്യുറാൾഡ് ആർക്കപ്പോവ്. 98ാമത് ഓസ്കർ പുരസ്കാര പ്രഖ്യാപന വേദിയിൽ അവതാരകയായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരി? ഉത്തരം പ്രിയങ്ക ചോപ്ര. 2028 നടക്കുന്ന ലോക ഇൻഡോർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയാവുന്ന ഇന്ത്യൻ നഗരം? ഭുവനേശ്വർ. ഒഡീഷയിലെ ഭുവനേശ്വർ. 2026 മാർച്ചിൽ അന്തരിച്ച പ്രമുഖ ചരിത്രകാരനും എഴുത്തുകാരനും ചിന്തകനുമായ വ്യക്തി? ഉത്തരം KN പണിക്കർ. അപസ്മാരത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി ലോക പർപ്പിൾ ദിനം ആചരിക്കുന്നത് എന്ന്? ഉത്തരം മാർച്ച് 26. അടുത്തിടെ സർക്കാർ ബസ്സുകളിൽ ഭിന്നശേഷിക്കാർക്ക് സൗജന്യ യാത്ര അനുവദിച്ച സംസ്ഥാനം? ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ ജാതിരഹിത ഗ്രാമമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ഗ്രാമം? ഉത്തരം മഹാരാഷ്ട്രയിലെ സൗണ്ടാല ഗ്രാമം.
86% സ്കൂളുകളും പുകയില വിമുക്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി സാക്ഷ്യപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം മേഘാലയ. ഇന്ത്യ-US സംയുക്ത സൈനികാഭ്യാസമായ വജ്രപ്രഹാർ 2026 വേദിയാവുന്നത്? ഉത്തരം ഹിമാചൽ പ്രദേശ്. ആഗോള എണ്ണ വ്യാപാരത്തിൽ നിർണായകമായ ഹോർമുസ് കടലിടുക്ക് ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഇറാൻ, ഒമാൻ, UAE എന്നീ രാജ്യങ്ങൾക്കിടയിലാണ് ഹോർമുസ് കടലിടുക്ക് സ്ഥിതി ചെയ്യുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം? ഉത്തരം ഇന്ത്യ. 2026 പുരുഷ T20 ലോകകപ്പ് ചാമ്പ്യന്മാരായ ടീം? ഇന്ത്യ. ഫൈനലിൽ ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ചാമ്പ്യന്മാരായത്. നേപ്പാളിന്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം ബാലേന്ദ്ര ഷാ. 2026 മാർച്ചിൽ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ വ്യക്തി? KP ഉണ്ണികൃഷ്ണൻ. ആരവല്ലി മലനിരകൾക്ക് ഏകീകൃത നിർവചനം നിർദ്ദേശിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച 10 അംഗ ഉന്നതാധികാര വിദഗ്ധ സമിതിയുടെ അധ്യക്ഷ ആര്? ഉത്തരം കാഞ്ചൻ ദേവി. കേരളത്തിലെ ആദ്യ റൂറൽ ജില്ലാ ജയിൽ നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം വടകര, കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ. 2026 മാർച്ചിൽ കുഷ്ഠരോഗം നിർമ്മാർജ്ജനം ചെയ്തതായി ഔദ്യോഗികമായി അംഗീകരിച്ച അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലെ ആദ്യത്തെ രാജ്യം? ഉത്തരം ചിലി. ലോക വനിതാ ദിനം മാർച്ച് 8. 2026 ലോക വനിതാ ദിനത്തിന്റെ പ്രമേയം? അവകാശങ്ങൾ, നീതി, പ്രവർത്തനം എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമായി എന്നതാണ് 2026 ലോക വനിതാ ദിനത്തിന്റെ പ്രമേയം. 2027 ഇന്ത്യ നടപ്പിലാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗ്യചിഹ്നങ്ങൾ? ഉത്തരം പ്രകൃതി വികാസ്. ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് മിസൈൽ വാങ്ങുന്ന രണ്ടാമത്തെ വിദേശ രാജ്യം ഏത്? ഉത്തരം ഇന്തോനേഷ്യ. ആദ്യത്തെ രാജ്യം ഫിലിപ്പീൻസ്. ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് മിസൈൽ വാങ്ങിയ ആദ്യ രാജ്യം ബ്രസീൽ. നീതി ആയോഗിന്റെ 2026 സാമ്പത്തിക ഭദ്രതാ സൂചികയിൽ രാജ്യത്തെ 18 പ്രമുഖ സംസ്ഥാനങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം? ഉത്തരം ഒഡീഷ. കേരളം 15ാം സ്ഥാനത്ത്. രാത്രികാലങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യുന്നതിനായി കേരള പോലീസ് നടപ്പിലാക്കിയ പദ്ധതിയുടെ പേര്? ഉത്തരം നിർഭയ നിശ. രാജസ്ഥാനിലെ ഏക ഹിൽ സ്റ്റേഷനായ മൗണ്ട് അബുവിന്റെ പുതിയ പേര്? അബുരാജ്. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന JC ഡാനിയേലിന്റെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ട സ്ഥലം ഏത്? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ ചിത്രാഞ്ജലി സ്റ്റുഡിയോ.